ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങാണ്. ഒരു വലിയ പൊട്ടറ്റോ ആണിത്. ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത്. ഇത് ചിക്കൻ 150 ഗ്രാം ചിക്കനാണുള്ളത്. ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചത്. നമുക്കിനി ഇതിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രം നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ആഡ് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കനിലും പൊട്ടറ്റോയിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം സവാളയ്ക്ക് വേണ്ടി മാത്രം ഒരല്പം ഉപ്പിട്ടാൽ മതിയാകും. ഇത് ഞാൻ നേരത്തെ കാണിച്ച ചിക്കൻ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി, അല്ലാതെ വഴണ്ടൊന്നും വരണ്ട. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ്. ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതാണ് പേസ്റ്റ് ചെയ്തെടുത്ത് ആഡ് ചെയ്തത്. അങ്ങനെ പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർക്കാനുള്ളത്. അങ്ങനെ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഞാൻ ഇട്ടിട്ടുള്ളത്, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർക്കുക. ഗരം മസാല ഇത് ഇത്രയും മാത്രമാണുള്ളത്. മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. അങ്ങനെ ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ആഡ് ചെയ്ത് മല്ലിയിലയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കനും ഈ ഒരു മസാലയായിട്ടൊന്ന് മിക്സായി വരട്ടെ. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല പാകത്തിനൊന്ന് ഫുള്ള് മിക്സ് ആകുക. പൊട്ടറ്റോയും നമ്മുടെ ചിക്കനെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ സമയം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട വേണമല്ലോ നമ്മളെ കട്ട്ലറ്റ് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലേക്ക് ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കോൺഫ്ലവർ ആണ്. 1 ടീസ്പൂൺ കോൺഫ്ലവറും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ ഞാൻ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലവർ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളെ കട്ട്ലറ്റ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഇടുന്നത്. നല്ലൊരു തിക്ക് കോട്ടിംഗ് പോലെ തന്നെ ഈ കോൺഫ്ലവർ ഇത് പൊട്ടാതെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് പൊടിക്കുക. നിങ്ങൾക്ക് റസ്ക് വേണമെങ്കിൽ അതും പൊടിക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിന് നിങ്ങൾക്ക് എടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതുപോലെ ഫസ്റ്റ് റോൾ ചെയ്യുക. എഗ്ഗിൻ്റെ മിക്സിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക, മാറ്റി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് പൊരിച്ചിട്ട് നമുക്ക് ഫ്രീസറിലും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഫ്താർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ നോമ്പിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു 10-50 കട്ട്ലറ്റ് റെഡിയാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആവശ്യത്തിന് നമുക്കെടുത്ത് പൊരിക്കാവുന്നതാണ്. ഒരാഴ്ച വരെ ഒന്നും ചെയ്യാതെ കേടുകൂടാതെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനും ഞാൻ സൺഫ്ലവർ ഓയിലാണ്, നമുക്ക് ആവശ്യത്തിന് പൊരിക്കാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനുള്ളത്. എന്നാൽ ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമാണ് നമുക്ക് കറക്റ്റ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞും പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നിങ്ങൾ തിരിച്ചും മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്, പക്ഷേ പുറത്ത് ആ പെർഫെക്റ്റ് കളർ കിട്ടണമെങ്കിൽ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക.
നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു സൈഡ് ഇപ്പോൾ ഒന്ന് കളറ് മാറി വരുന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കട്ട്ലറ്റ് ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് മറു സൈഡും കൂടി ഇതുപോലെ ആകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ ബാച്ച് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരിയെടുത്തിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു അളവിന് എനിക്ക് ഏകദേശം ഒരു 12 കട്ട്ലറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സൈസായിരിക്കും. ചിലർ ഇതിൽ നിന്ന് ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടും, ഇല്ല ഇച്ചിരി കൂടെ വലുതായിട്ടാണെങ്കിൽ കുറവായിരിക്കും. എങ്ങനെയായാലും ഈ ഒരു സൈസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 12 കട്ട്ലറ്റ് വരെ ഇതിൽ എടുക്കാം. ഇനി നമ്മൾ സെയിം പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ മാറി വരുന്നത് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഇത് നല്ല ക്രിസ്പിയാണ്. ഇത് പൊട്ടിപ്പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട. അതിനു വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ നമ്മുടെ മുട്ടയിലിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തത്. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കുക. ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത കട്ട്ലറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണാം വളരെ ക്രിസ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. നമുക്കൊരു ഫങ്ഷനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു കട്ട്ലറ്റും പൊട്ടിയും പോയിട്ടില്ല. ഇതിൻ്റെ അകമൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നല്ല കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുക. അപ്പം ഈ കട്ട്ലറ്റ് പൊട്ടാതെ കിട്ടും. ഇത്രയേ ഉള്ളൂ കട്ട്ലറ്റിൻ്റെ ഈ റെസിപ്പി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.